കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും അറസ്റ്റിലായി. സംവിധായകനും ഛായാഗ്രാഹകനുമായ സമീർ താഹിറിന്റെ മറൈൻ ഡ്രൈവിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവർ പിടിയിലായത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. സുഹൃത്ത് ഷാലിഫ് മുഹമ്മദാണ് കഞ്ചാവ് എത്തിച്ചതെന്ന് എക്സൈസിന് മൊഴി നൽകി. ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും സ്ഥിരമായി കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം ലഹരിക്കേസിൽ കുടുങ്ങിയ സംവിധായകരെ സസ്പെൻഡ് ചെയ്യാൻ ഡയറക്ടേഴ്സ് യൂണിയൻ തീരുമാനിച്ചു. സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധനയ്ക്ക് എക്സൈസ് പോലീസിന്റെ സഹായം തേടിയിരിക്കുകയാണ്. SS ശരണും ലേബി സജീന്ദ്രനും R ഉഷിബാലുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം ശരണിലേക്ക്. ശരൺ, ഇന്ന് പുലർച്ചെയാണല്ലോ സംവിധായകർ അറസ്റ്റിലായത്. ഈ അറസ്റ്റിലേക്ക് എങ്ങനെ നീങ്ങി? ഇപ്പോൾ സിനിമാ മേഖല കേന്ദ്രീകരിച്ച് വലിയ പരിശോധനയിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചന പോലീസും എക്സൈസും നേരത്തെ തന്നെ നൽകിയതാണ്. ഇതിപ്പോൾ മുൻനിര സംവിധായകരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അവരുടെ ഫ്ളാറ്റിൽ കഞ്ചാവ് എത്തിയെന്ന വിവരം എങ്ങനെ എക്സൈസിന് ലഭിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ടോ? സ്മൃതി, ഇന്നലെ രാത്രിയാണ് രഹസ്യ വിവരം എക്സൈസിന് ലഭിക്കുന്നത്. അങ്ങനെയാണ് എക്സൈസ് ഈ ഫ്ളാറ്റിലേക്ക് എത്തുന്നത്. അത് സമീർ താഹിർ എന്ന സിനിമാറ്റോഗ്രാഫറുടെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റാണ്. ആ ഫ്ളാറ്റിനെ ചുറ്റിപ്പറ്റി നേരത്തെ തന്നെ എക്സൈസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിനപ്പുറം അവിടെ ലഹരി ഉപയോഗം നടക്കുന്നുണ്ടെന്നുള്ള രഹസ്യ വിവരം ലഭിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി 12 മണിയോട് കൂടി സംഘം അവിടെ എത്തിയത്. അങ്ങനെ എത്തി പരിശോധിച്ചപ്പോഴാണ് രണ്ട് പ്രധാനപ്പെട്ട മുൻനിരയിലുള്ള സംവിധായകരായിട്ടുള്ള ഖാലിദ് റഹ്മാൻ ഒപ്പം അഷ്റഫ് ഹംസ, ഈ രണ്ടു പേരും പിടിയിലായിരിക്കുന്നത്. ഇവർക്കൊപ്പം തന്നെ മറ്റൊരു സുഹൃത്തായ ഷാലിഫ് മുഹമ്മദ് കൂടി. ഷാലിഫ് മുഹമ്മദിനെ കുറിച്ച് എക്സൈസ് പറയുന്നത് ഇയാൾക്ക് സിനിമാ മേഖലയുമായി ബന്ധമില്ല, മറിച്ച് മറ്റൊരു ഇടത്താണ്, ഒരു മേഖലയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. പക്ഷേ ഈ രണ്ട് സംവിധായകരുടെയും ഉറ്റ സുഹൃത്താണെന്നുള്ളതാണ്. അങ്ങനെ ഈ ഷാലിഫ് മുഹമ്മദ് ആണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകിയെന്നുള്ളത് എക്സൈസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ 3 പേരെയും കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ കച്ചേരിപ്പടിയിലെ ഓഫീസിലേക്ക് എത്തിച്ച് വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോൾ എന്തെങ്കിലും ഒന്ന് കൃത്യമായി മൊഴി നൽകാൻ ഈ രണ്ട് സംവിധായകരും തയ്യാറായിരുന്നില്ല. മറിച്ച് നിർണായകമായിട്ടുള്ള മൊഴി ഈ ഷാലിഫ് മുഹമ്മദിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഷാലിഫ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് തന്റെ ഒരു സുഹൃത്ത് മുഖേനയാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചതെന്നുള്ളതാണ്. അപ്പോൾ ആ സുഹൃത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ എക്സൈസ് കടക്കുന്നത്. അത് ഇടനിലക്കാരനാണ്, ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കുന്ന ഇടനിലക്കാരനാണ്. അപ്പോൾ ആ ഇടനിലക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോൾ സോഴ്സിലേക്ക് എത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ കൂടിയാണ് എക്സൈസ് ഉള്ളത്. ഇന്നലെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് കച്ചേരിപ്പടി ഓഫീസിലെത്തി വിശദമായി ചോദ്യം ചെയ്തതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് എക്സൈസ് ചെയ്തിരുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് 20 കിലോ കഞ്ചാവിന് താഴെയാണെന്നുണ്ടെങ്കിൽ, കഞ്ചാവിന്റെ ക്വാണ്ടിറ്റി 20 കിലോയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ല, 20 കിലോയ്ക്ക് മുകളിലുണ്ടാണ്, അത് 20 കിലോ ഉണ്ടാവണം. അങ്ങനെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്ത സാഹചര്യത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടതെന്നുള്ളതാണ്. ഇനി സ്വാഭാവികമായിട്ടും ഈ സംവിധായകരെ വീണ്ടും വിളിച്ചു വരുത്തുമോ എന്ന് എക്സൈസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആവശ്യമെങ്കിൽ അത്തരത്തിലുള്ള നീക്കം കൂടി നടത്തുമെന്നുള്ളതാണ് പറയുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഈ സമീർ താഹിറുമായി ബന്ധപ്പെട്ടത്. സമീർ താഹിറിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്ളാറ്റിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലെ പലരും അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവർ ലഹരി ഉപയോഗിച്ചു എന്നുള്ള വിവരമൊക്കെ തന്നെ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫ്ളാറ്റ് ഉടമസ്ഥനായ സമീർ താഹിറിനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾക്ക് വൈകാതെ തന്നെ നോട്ടീസ് അയക്കുമെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്.